മാതർമേ മധുകൈടഭഗ്നി മഹിഷപ്രാണാവഹാരോദ്യമേ ഏലാനിർമ്മിതധൂമ്രലോചനവതീ ഹേ ചണ്ഡമുണ്ടാർത്തിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മഹാത്മ്യം തുടരുകയാണ്. ദേവന്മാർ ദേവിയെ സ്തുതിക്കണതാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗൃഹീതോഗ്രമഹാവക്ത്രേ ദംഷ്ടോദ്ധൃതവസുന്ധരേ വരാഹരൂപിണി ശിവേ നാരായണി നമോസ്തുതേ. വരാഹരൂപത്തിൽ വാരാഹിയായിട്ട് പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള ദേവിയെയാണ്. അസുരന്മാരെ വധിക്കാനായിട്ട് വരാഹരൂപത്തിൽ വരാഹത്തിൻ്റെ ശക്തിയായിട്ട് ദേവിയിൽ കൂടി പ്രത്യക്ഷപ്പെട്ടതായ ദേവിയെ ആണ് വാരാഹി എന്നുള്ളതായിട്ടുള്ള ദേവി രൂപത്തിലാണ് സ്തുതിക്കുന്നത്. ഗൃഹീത ഉഗ്ര മഹാവക്ത്രേ, ഉഗ്രമായ വലിയതായിട്ടുള്ള വസ്ത്രം ധരിച്ചവളും, ഗൃഹീതമായി ഉഗ്രവും വലിയതുമായ വസ്ത്രം മുഖത്തെ ധരിച്ചവളും, വായാനായാലും വിരോധമില്ല. ദംഷ്ടോദ്ധിത വസുന്ധരേ, ദംഷ്ട കൊണ്ട് വസുന്ധരയെ, വസുന്ധര എന്ന് വെച്ചാൽ ഭൂമി, ആ ഭൂമിയെ ഉയർത്തിയവളും, രാഹരൂപം ആണല്ലോ ഭൂമിയെ ദംഷ്ട കൊണ്ട് പൊക്കി ഹിരണ്യാക്ഷനിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ ആ വരാഹത്തിൻ്റെ ശക്തി, ആ വരാഹരൂപത്തിലുള്ള വിഷ്ണുവിൻ്റെ ശക്തി ആയതുകൊണ്ട് വാരാഹി എന്ന് പേര്. ആ വാരാഹി എന്നുള്ളതായിട്ടുള്ള ദേവിക്കും വരാഹത്തിൻ്റെ ഇതാണുള്ളത് എന്ന് നേരത്തെ പറഞ്ഞു, രൂപമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വാരാഹിയായിട്ടുള്ള അല്ലയോ ദേവി, വരാഹരൂപത്തിലുള്ളതായിട്ടുള്ള അല്ലയോ ദേവി. നീ ദംഷ്ടോഗ്ര ഉദ്ധൃത വസുന്ധരേ, ഉഗ്രമായിട്ടുള്ള ദംഷ്ട കൊണ്ട് ഉദ്ധൃതമായ ഉയർത്തിയതായ വസുന്ധരയോടുകൂടിയ ഭൂമിയോടുകൂടിയ അല്ലയോ ദേവി. വരാഹരൂപിണി ശിവേ, വരാഹരൂപിണിയായി ശിവയായിരിക്കുന്ന മംഗളകാരിയായിരിക്കുന്ന അല്ലയോ ദേവി. നാരായണി നമോസ്തുതേ, അല്ലയോ നാരായണി നിത്യേ നമഃ അസ്തു, അവിടേക്ക് നമസ്കാരം. നൃസിംഹരൂപേണ ഉഗ്രേണ ഹന്തും ദൈത്യൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണമഹിതേ നാരായണി നമോസ്തുതേ. ഇനി നാരസിംഹി എന്നുള്ളതായ രൂപത്തിലുള്ളതായ ദേവിയെ ആണ് നൃസിംഹരൂപത്തിൽ, നൃസിംഹത്തിൻ്റെ ശക്തിയായിട്ട് ദേവിയിൽ കൂടി പുറത്തു വന്ന ആ ദേവിയുടെ രൂപമായിട്ടുള്ള നാരസിംഹി എന്ന ദേവിയെ സ്തുതിക്കുന്നു. നാരസിംഹരൂപിയായിട്ടുള്ള ദേവിയെ സ്തുതിക്കുന്നു. എല്ലാ ദേവിമാരും ഇവിടെ തന്നെ എത്തിയെന്ന് പറഞ്ഞു. ശുംഭനെ വഹിക്കാനായിട്ട് എല്ലാവരും ദേവിയിൽ തന്നെ ലയിച്ചു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇവിടെ ആ നാരസിംഹരൂപിണിയായിട്ടുള്ള ദേവിയെയാണ് നമിക്കുന്നത്. നൃസിംഹരൂപേണ ഉഗ്രേണ, ഉഗ്രേണ നൃസിംഹരൂപേണ, ഉഗ്രമായിട്ടുള്ള നൃസിംഹത്തിൻ്റെ രൂപത്തിൽ, നാരസിംഹി അങ്ങനെയാണല്ലോ. ഉഗ്രേണ നൃസിംഹരൂപേണ, ഉഗ്രമായ നൃസിംഹത്തിൻ്റെ രൂപത്തിൽ ദൈത്യാൻ ഹന്തും, ദൈത്യന്മാരെ ഹനിക്കുവാനായിട്ട് കൃതോദ്യമേ, ഉദ്യമത്തോട് കൂടിയതായ, ഉദ്യമം ചെയ്തതായ, പുറപ്പെട്ടതായ, ഒരുമ്പെട്ടതായ ത്രൈലോക്യ ത്രാണമഹിതേ, ത്രൈലോക്യത്തിൻ്റെ 3 ലോകങ്ങളെയും രക്ഷിക്കുന്നതിൽ മഹിതയായിട്ടുള്ള പുകഴ്ത്തപ്പെട്ടതായ അല്ലയോ നാരായണി, 3 ലോകങ്ങളെയും രക്ഷിച്ചതുകൊണ്ട് പുകഴ്ത്തപ്പെടുന്നതായിട്ടുള്ള അല്ലയോ ദേവി നാരായണി നമോസ്തുതേ, അങ്ങയ്ക്ക് നമസ്കാരം. കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃത്രപ്രാണഹരേ ച ഐന്ദ്രി നാരായണി നമോസ്തുതേ. ഇനി ഐന്ദ്രി എന്നുള്ളതായിട്ടുള്ള രൂപത്തിലുള്ളതായ ദേവിയെ നമിക്കണം. ഐന്ദ്രി എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ ശക്തിയോടുകൂടിയതായിട്ടുള്ള ദേവി. കിരീടിനി, കിരീടം ധരിച്ചതായ, ദേവേന്ദ്രൻ്റെ ആകുമ്പോൾ കിരീടമുണ്ട്. കിരീടിനി മഹാവജ്രേ, മഹത്തായിട്ടുള്ള വജ്രായുധം കയ്യിൽ വെച്ചുകൊണ്ട് ഐന്ദ്രി ദേവിയെ വർണ്ണിക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടായത്. വജ്രഹസ്തയായിട്ടായിരുന്നു ഐന്ദ്രി. അപ്പോൾ മഹാവജ്രേ, മഹാവത്തായ വജ്രം ഹസ്തത്തിലുള്ളതായ വജ്രമായ ആയുധത്തോടു കൂടിയവളും, സഹസ്രനയനോജ്വലേ, 1000 നയനങ്ങൾ കൊണ്ട് ഉജ്ജ്വലരൂപിണിയും, 1000 നേത്രങ്ങളാണ് ഇന്ദ്രന്, അപ്പോൾ ഐന്ദ്രിക്കും 1000 നേത്രങ്ങൾ തന്നെ എന്ന്. സഹസ്രനയനോജ്വലേ, സഹസ്രനയനങ്ങൾ കൊണ്ട്, 1000 നയനങ്ങൾ കൊണ്ട്
ഉജ്ജ്വലരൂപിണിയും പ്രകാശിക്കുന്നവളും വൃത്രപ്രാണഹരേ, വൃത്രൻ്റെ പ്രാണത്തെ ഹരിച്ചവളുമായ ഇല്ലാതാക്കിയവളുമായ ചൈന്ദ്രി ച ഐന്ദ്രി, ഐന്ദ്രി എന്ന് സംബോധന പ്രകാരമുള്ളതായ അല്ലയോ ഐന്ദ്രി രൂപത്തിലുള്ളതായ ദേവി നാരായണി നമോസ്തുതേ, അല്ലയോ നാരായണി ഇവിടേക്ക് നമസ്കാരം. ശിവദൂതീ സ്വരൂപേണ ഹതദൈത്യമഹാബലേ ഘോരരൂപേ മഹാരാവേ നാരായണി നമോസ്തുതേ. ഈ ശ്ലോകത്തിൽ സ്വതയുള്ളതായിട്ടുള്ള ചണ്ഡികാരൂപത്തിൽ അംബികാരൂപത്തിലുള്ളതായിട്ടുള്ള ദേവിയെ തന്നെയാണ് വർണ്ണിക്കുന്നത്. ശിവദൂതീ സ്വരൂപേണ, ശിവദൂതിയുടെ സ്വരൂപത്തിൽ ശിവനെ ദൂതിയാക്കിയിട്ട് ശിവനെ ദൂതനാക്കി ഈ ശുംഭൻ്റെ സമയത്തേക്ക് അയച്ചതുകൊണ്ട് ശിവദൂതി എന്നുള്ളതായിട്ടുള്ള പേര് ദേവിക്ക് വന്നു എന്ന് പറഞ്ഞു നേരത്തെ തന്നെ. അപ്പം ആ ശിവദൂതി സ്വരൂപേണ, ശിവദൂതിയായിട്ടുള്ള രൂപത്തിൽ ഹത ദൈത്യമഹാബലേ, ദൈത്യന്മാരുടെ മഹാബലത്തെ മുഴുവൻ നശിപ്പിച്ചതായ ഹത ദൈത്യമഹാബലേ, ദൈത്യമഹാബലത്തെ മുഴുവൻ സഹോദരന്മാരുടെ മഹാബലത്തെ മുഴുവൻ നശിപ്പിച്ചതായ ഘോരരൂപേ, ഘോരരൂപിണിയായ മഹാരാവേ, മഹത്തായ ആരാവത്തോടുകൂടിയ ശബ്ദത്തോടുകൂടിയ അത്യധികമായിട്ടുള്ള ശബ്ദത്തിൽ ഗർജിച്ചു എന്നൊക്കെ പറയുകയുണ്ടായി. ആ മഹാരാവത്തോടുകൂടിയ, ആരാവം ച ശബ്ദം, മഹത്തായ ആരാവത്തോടുകൂടിയ ഘോരരൂപത്തോടുകൂടിയതായ അല്ലയോ നാരായണി നമോസ്തുതേ എന്ന്. ദംഷ്ട്രാകരാളവദനേ ശിരോമാലാ വിഭൂഷിതേ ചാമുണ്ടേ മുണ്ടമഥനേ നാരായണി നമോസ്തുതേ. ഇനി ചാമുണ്ടാദേവിയെ ആണ്. ചാമുണ്ട എന്ന് പറയുമ്പോൾ ദേവിയുടെ ബാലത്തിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള ദേവിയാണ് ചാമുണ്ടാദേവി. അപ്പോൾ ആ രണ്ട് മുണ്ടന്മാരെ വധിച്ചത് ചാമുണ്ടയാണ്. അപ്പം അങ്ങനെയാണ് ചാമുണ്ട എന്നുള്ളതായിട്ടുള്ള പേര് വന്നത് എന്നൊക്കെ പറഞ്ഞു. ദംഷ്ട്രാകരാളവദനേ, കരാളമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ദംഷ്ടത്തോടുകൂടിയ വദനത്തോടുകൂടിയവളും മുഖത്തോടുകൂടിയവളും, ദംഷ്ട കൊണ്ട് കരാളമായ ഭീകരമായ വദനത്തോടുകൂടിയവളും, ശിരോമാല വിഭൂഷണേ, ശിരോമാല ധരിച്ചവളും, ശിരോമാലയാകുന്ന വിഭൂഷണത്തോടുകൂടിയവളും, ചാമുണ്ടേ ആയിട്ടുള്ള ചാമുണ്ടേ ഭഗവതി, മുണ്ടമഥനെ, മുണ്ടൻ എന്നുള്ളതായിട്ടുള്ള അസുരനെ മുണ്ടൻ മാത്രമല്ല ചാമുണ്ടനും അതെ, ചാമുണ്ടന്മാരെ വസിച്ചതായിട്ടുള്ള ആ ചാമുണ്ടവദനെ മഥനെ, മുണ്ടനെ വധിച്ചതായിട്ടുള്ള അല്ലയോ ചാമുണ്ടേ നാരായണി നമോസ്തുതേ. അങ്ങനെ ആ സപ്തമാതാക്കളുടെയൊക്കെ പേര് പറഞ്ഞ് അങ്ങനെ ആ രൂപത്തിലുള്ളതായിട്ടുള്ള ദേവിയെ നമിച്ചു എന്നുള്ളതാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.